ബാങ്ക് എഫ് ഡികളേക്കാൾ മികച്ച നിക്ഷേപ മാർഗം തേടി അലയുന്ന ഒരു മലയാളിയാണോ നിങ്ങൾ? എങ്കിൽ വർഷങ്ങളായി നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ കാണാതെ പോയ ഒരു സർക്കാർ പദ്ധതിയെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. സാധാരണ ബാങ്ക് നിക്ഷേപങ്ങളേക്കാൾ മികച്ച പലിശ മാത്രമല്ല, 100% സുരക്ഷിതത്വവും ഈ നിക്ഷേപം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പറഞ്ഞു വരുന്നത് കേരള ട്രഷറി എഫ് ഡികളെ പറ്റിയാണ്. സർക്കാർ ട്രഷറികളെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും. എന്നാൽ ഇവിടെ മറിഞ്ഞിരിക്കുന്ന വലിയൊരു നിക്ഷേപ അവസരത്തെ പറ്റി നമ്മളിൽ എത്ര പേർക്ക് കൃത്യമായി അറിയാം? വളരെ ചുരുങ്ങിയ ദിവസത്തെ നിക്ഷേപത്തിന് പോലും ഉയർന്ന പലിശ നൽകുന്ന ഒരു സംവിധാനമാണിത്. കേരള ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പിന് കീഴിലാണ് ഈ ട്രഷറികൾ പ്രവർത്തിക്കുന്നത്. കേരള ട്രഷറി വാഗ്ദാനം ചെയ്യുന്ന സുരക്ഷിതത്വം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ നിക്ഷേപിക്കുന്ന ഓരോ രൂപയ്ക്കും കേരള സർക്കാരിന്റെ പൂർണ്ണമായ ഗ്യാരണ്ടി ഉണ്ട്. സാധാരണ ബാങ്കുകളിൽ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് മാത്രമാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. എന്നാൽ ട്രഷറിയിൽ നിങ്ങളുടെ മുഴുവൻ പണവും സുരക്ഷിതമായിരിക്കും. പ്രമുഖ പൊതുമേഖല അല്ലെങ്കിൽ സ്വകാര്യ ബാങ്കുകൾ നൽകുന്ന ശരാശരി പലിശ നിരക്കുകളേക്കാൾ ഉയർന്ന പലിശ പല കാലാവധികളിലും ട്രഷറി എഫ് ഡികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സങ്കീർണമായ ബാങ്കിംഗ് നിബന്ധനകളോ അധിക ചാർജുകളോ ട്രഷറി നിക്ഷേപങ്ങൾക്കില്ല. ഇവിടെ സാധാരണക്കാരെന്നോ മുതിർന്ന പൗരന്മാരോ എന്നോ ഉള്ള വേർതിരിവുകളില്ല. എല്ലാവർക്കും ഒരേ ഉയർന്ന പലിശ തന്നെയാണ് ലഭിക്കുക. സ്ഥിര വരുമാനം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ട്രഷറി എഫ് ഡികൾ ഏറ്റവും മികച്ചതാണ്. പണം നഷ്ടപ്പെടുമെന്ന പേടിയൊട്ടും വേണ്ട. പലിശ തുക എല്ലാ മാസവും കൃത്യമായി നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമാനമായി കൈപ്പറ്റാൻ സാധിക്കും. അടിയന്തരമായി പണം ആവശ്യമായി വന്നാൽ നിക്ഷേപ തുകയുടെ 90% വരെ ട്രഷറിയിൽ നിന്ന് തന്നെ വായ്പയായി ലഭിക്കും. കൂടാതെ ട്രഷറി നിക്ഷേപത്തിലൂടെ നിങ്ങൾ കേരളത്തിന്റെ വികസനത്തിൽ നേരിട്ട് പങ്കുചേരുന്നു എന്ന മനസ്സുഖവും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ട്രഷറിയിൽ നിക്ഷേപിക്കുന്ന പണം കേരളത്തിന്റെ പൊതുവികസന പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ വിനിയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ട്രഷറി എഫ് ഡി അക്കൗണ്ട് ആരംഭിക്കേണ്ടത് നോക്കാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള സബ് ട്രഷറിയോ ജില്ലാ ട്രഷറിയോ നേരിട്ട് സന്ദർശിക്കുക. പോകുമ്പോൾ പ്രധാനപ്പെട്ട ചില രേഖകൾ കയ്യിൽ കരുതണം. നിങ്ങളുടെ തിരിച്ചറിയൽ രേഖ, പാൻ കാർഡ്, അപേക്ഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ നിർബന്ധമാണ്. പലിശ തുക നിങ്ങളുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും ഒപ്പം കരുതണം. ട്രഷറിയിൽ ചെന്നാൽ ആദ്യം നിങ്ങൾ ഒരു ട്രഷറി സേവിങ്സ് അക്കൗണ്ടാണ് ആരംഭിക്കേണ്ടത്. തുടർന്ന് ഈ അക്കൗണ്ടിൽ നിന്ന് വേണം തുക സ്ഥിര നിക്ഷേപത്തിലേക്ക് മാറ്റാൻ. നിലവിൽ കേരള ട്രഷറിയുടെ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടൽ വഴിയും അക്കൗണ്ട് വിവരങ്ങൾ ഭാഗികമായി നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി നമുക്കിതിന്റെ കാലാവധികളും പലിശ നിരക്കുകളും എത്രയൊക്കെയാണെന്ന് പരിശോധിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. ട്രഷറി വകുപ്പിന്റെ വിവരങ്ങൾ പ്രകാരമുള്ള നിരക്കുകൾ ഇനിയാണ് പറയുന്നത്. 46 ദിവസം മുതൽ 90 ദിവസം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് 5.4% പലിശ ലഭിക്കും. 91 ദിവസത്തെ നിക്ഷേപത്തിന് 7.5% പലിശയാണ് മുൻപുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഈ നിരക്കുകളിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളതായി റിപ്പോർട്ടുകളുണ്ട്. 92 ദിവസം മുതൽ 180 ദിവസം വരെ 5.9%, 181 ദിവസം മുതൽ 1 വർഷം വരെ 6% പലിശ ലഭിക്കും. 1 വർഷം മുതൽ 2 വർഷം വരെയുള്ള നിക്ഷേപങ്ങൾക്ക് 7% പലിശ. 2 വർഷത്തിന് മുകളിലുള്ളത്, അതായത് 731 ദിവസത്തിന് മുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് 7.5% പലിശയും ലഭിക്കും. ഈ പറഞ്ഞ നിരക്കുകൾ കേരള ട്രഷറി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ളതാണ്. മുതിർന്ന പൗരന്മാർക്കും പൊതുജനങ്ങൾക്കും ഒരേ നിരക്കാണ് ബാധകം. ചെറിയ കാലയളവിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് കേരള ട്രഷറി എഫ് ഡി വളരെ ആദായകരമാണ്. നിക്ഷേപങ്ങളിൽ ഒട്ടും റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കാത്തവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗമാണിത്. എന്നാൽ ട്രഷറിയിൽ പണം നിക്ഷേപിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പലരും വരുന്ന പ്രധാന തെറ്റ് പലിശ നിരക്കുകൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കും എന്ന് കരുതുന്നതാണ്. സർക്കാർ തീരുമാനങ്ങൾ അനുസരിച്ച് പലിശ നിരക്കുകളിൽ കൃത്യമായ ഇടവേളകളിൽ മാറ്റങ്ങൾ വരാം. അതിനാൽ നിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപ് നിലവിലെ നിരക്ക് എത്രയെന്ന് ട്രഷറിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഓൺലൈൻ വഴി പണം പിൻവലിക്കുന്നതിനും അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിനും ഇപ്പോഴും ചില പരിമിതികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല കാര്യങ്ങൾക്കും ട്രഷറി ഓഫീസിൽ നേരിട്ട് പോകേണ്ടതായി വരാം. മൂന്നാമതായി, നിക്ഷേപിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പാൻ കാർഡ് വിവരങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ നികുതി കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവസാനമായി മറ്റൊരു കാര്യം, വർഷം തോറും ട്രഷറി നിക്ഷേപങ്ങളുടെ നിയമങ്ങളിലും പലിശ നിരക്കുകളിലും മാറ്റങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് വലിയ തുകകൾ നിക്ഷേപിക്കുന്നതിന് മുൻപ് ട്രഷറി ഓഫീസിൽ നേരിട്ട് ചെന്ന് നിലവിലെ കൃത്യമായ നിയമങ്ങളും അവസാന തീയതികളും ഉറപ്പുവരുത്തുക. സാമ്പത്തിക ഇടപാടുകളിൽ എപ്പോഴും ഉയർന്ന ജാഗ്രത പുലർത്തണം. സുരക്ഷിതമായി നിക്ഷേപിച്ച് മികച്ച ലാഭം നേടാൻ ഈ സർക്കാർ സംവിധാനം എല്ലാവരും പ്രയോജനപ്പെടുത്തുക.